നമസ്കാരം. ഞാൻ അനിത രാജേന്ദ്രൻ, ആമ്പല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 16-ാം വാർഡിലെ NDA അഥവാ BJP സ്ഥാനാർത്ഥിയാണ്. ആദ്യമായി എല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് എന്താണ് ഗ്രാമീൺ സഡക് യോജന എന്ന് മനസ്സിലാക്കാം. എന്താണ് ഗ്രാമീൺ സഡക് യോജന കൊണ്ട് അർത്ഥമാക്കുന്നത്? പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ പല വലിയ പ്രോജക്റ്റുകളിലൊന്നാണ് ഗ്രാമീൺ സഡക് യോജന. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന അതായത് PMGSY 2000 കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു ദേശീയ പദ്ധതിയാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന. ഇതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? ഗ്രാമങ്ങളിൽ എല്ലാ കാലാവസ്ഥയിലും സഞ്ചരിക്കാവുന്ന പക്കാ റോഡുകൾ ഒരുക്കുക. എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ റോഡുകൾ ഗ്രാമങ്ങളിൽ ഒരുക്കുക. അതാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജനയുടെ ലക്ഷ്യം. ഈ പദ്ധതി എക്കാലത്തെയും ഏറ്റവും വലിയ ഗ്രാമീണ റോഡ് നിർമ്മാണ മിഷൻ ആയി കണക്കാക്കപ്പെടുന്നു. ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള പദ്ധതികളിൽ ഏറ്റവും വലിയ ഒന്നാണ് ഗ്രാമീൺ റോഡ് നിർമ്മാണ മിഷനാണ് ഈ ഗ്രാമീൺ സഡക് യോജന എന്നത്. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന കർഷകർക്ക് അവരുടെ ഉൽപ്പന്നം വിപണിയിലെത്തിക്കുവാൻ, വേഗത്തിൽ എത്തിക്കുവാൻ അവരെ സഹായിക്കുന്നു. അതുവഴി അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം പെരിഷബിളാണ്, വേഗത്തിൽ കേടാകുന്നതാണ്. അപ്പോൾ നഷ്ടമുണ്ടാക്കാതെ അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ വിപണിയിലെത്തിക്കാനായിട്ട് സാധിക്കുന്നു. അതുവഴി ഫ്രഷ് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് മൂലം അവർക്ക് കൂടുതൽ ലാഭവും ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, വിദ്യാർത്ഥികൾക്കും രോഗികൾക്കും എളുപ്പത്തിൽ അവരുടെ ഡെസ്റ്റിനേഷനിൽ അല്ലെങ്കിൽ അവർക്ക് എവിടെയാണോ എത്തിച്ചേരേണ്ടത് അവിടെ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. രോഗികൾക്ക് ഏത് ഹോസ്പിറ്റലിലേക്കാണ് പോകേണ്ടത് അത് അവർക്ക് പെട്ടെന്ന് തന്നെ പോകാനായിട്ട് സാധിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് അവരുടെ കലാലയങ്ങളിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, കേന്ദ്ര സർക്കാർ അനുവദിച്ച കോടിക്കണക്കിന് രൂപയാണ് ഓരോ സ്റ്റേറ്റിനും ലഭിക്കുന്നത് അവർക്ക് ഗ്രാമീണ റോഡ് നിർമ്മാണത്തിന് വേണ്ടി. കേരളത്തിലും ഈ പദ്ധതിയിലൂടെ ആയിരക്കണക്കിന് ഗ്രാമങ്ങൾക്ക് വികസനത്തിൻ്റെ സ്പർശനം ലഭിക്കുന്നു. വികസനത്തെ തടയുന്നത് രാഷ്ട്രീയമല്ല, ജനങ്ങളുടെ സ്വപ്നങ്ങളെയാണ് ഈ വികസനം കൊണ്ട് തടയുന്നത്. അപ്പം വികസനത്തെ തടയുക എന്ന് പറഞ്ഞാൽ പല അനുവദിച്ച ഫണ്ടുകളും കേരളം ശരിയായ രീതിയിൽ വിനിയോഗിച്ചില്ല എങ്കിൽ ആ ഫണ്ടുകളെല്ലാം ലാപ്സാകുകയാണ്. ഒപ്പം തന്നെ വികസനം എന്ന സ്വപ്നമാണ് പ്രാവർത്തികമാകാതെ വരുന്നത്. കേന്ദ്രത്തിൻ്റെ നവീകരണ പദ്ധതികളും ഫണ്ടിങ്ങിനും കേരള സർക്കാർ പൂർണ്ണ സഹകരണം നൽകേണ്ടത് അത്യാവശ്യമാണ്. ഒരു കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ മൊത്തം സംസ്ഥാനങ്ങളുടെ പുരോഗതിയാണ് ആ കേന്ദ്ര സർക്കാർ വിലയിരുത്തുന്നത്. ആ പുരോഗതിയാണ് അവർക്ക് വേണ്ടത്. പക്ഷേ ചില സംസ്ഥാനങ്ങൾ മാത്രം അതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ആ സംസ്ഥാനങ്ങൾക്കാണ് വികസനം സാധ്യമാകാതെ വരുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ ഒരു മാറ്റി നിർത്തലും ദേശ വികസനത്തിന് ഭൂഷണമല്ല. ഓക്കെ, അപ്പം എന്തെല്ലാം പ്രോജക്റ്റുകളാണോ കേന്ദ്ര സർക്കാർ കേരളത്തിനായി നൽകുന്നത് അതെല്ലാം കേരള സർക്കാർ സ്വീകരിച്ച് വേണ്ട വിധം നവീകരണ പ്രക്രിയകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. BJP സർക്കാർ വന്നെങ്കിൽ മാത്രമേ കേരളത്തിന് ദേശീയ പദ്ധതികൾ മുഴുവനായി ലഭ്യമാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പല തരംതിരിവുകളാണ് മറ്റുള്ള സർക്കാരെല്ലാം നടത്തുന്നത്. യുവാക്കൾക്കും കർഷകർക്കും സംരംഭകർക്കുമുള്ള യാഥാർത്ഥ്യ വികസന വഴികൾ BJP സർക്കാർ തുറക്കുന്നു. അവർ ആബാലവൃദ്ധം ജനങ്ങൾക്ക് വേണ്ടി ഉള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഗ്രാമീൺ സഡക് യോജന പോലെ ആയുഷ്മാൻ കാർഡ്, കിസാൻ, അതുപോലെ ജൽ സമ്മാൻ പദ്ധതി, അങ്ങനെ PMMY
അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ, എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിലുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിരിക്കുന്നത്. എന്നാൽ അതിൽ മിക്കതും തന്നെ നമ്മുടെ കേരളത്തിലേക്ക് എത്തിച്ചേരുന്നില്ല. ഇതിനൊരു മാറ്റം അനിവാര്യമാണ്. ഗ്രാമവികസനം എന്നത് ഓരോ കുടുംബത്തിൻ്റെയും വികസനത്തിലൂടെയാണ് നമുക്ക് ഗ്രാമത്തിൻ്റെ വികസനം സാധ്യമാവുകയുള്ളൂ. എല്ലാ ഗ്രാമത്തിൻ്റെയും വികസനത്തിലൂടെയാണ് നമുക്ക് ദേശത്തിൻ്റെ വികസനം സാധ്യമാവുകയുള്ളൂ. ആ ദേശം എന്നാൽ കേരളത്തിൻ്റെ ഉയർച്ച. എല്ലാ ഗ്രാമവും കേരളത്തിൽ ഒരുപോലെയാണ്. എല്ലാ ഗ്രാമത്തിൻ്റെയും വികസനം കേരളത്തിൻ്റെ വികസനത്തിന് അത്യാവശ്യമാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ, നമ്മുടെ ഇലക്ഷൻ പഞ്ചായത്ത് മെമ്പറിൻ്റെ സ്ഥാനത്തേക്കാണ്. പഞ്ചായത്ത് മെമ്പർ എന്നത് ഓരോ ജനങ്ങളുടെയും ഇടയിലേക്ക് എത്തിച്ചേരേണ്ട പദ്ധതികൾ എത്തിച്ചേരുക എന്നുള്ള ഇതിനു വേണ്ടി നിൽക്കുന്ന ഒരു ഇൻ്റർമീഡിയറിയാണ് അല്ലേ. പല കേന്ദ്ര സർക്കാരും അതുപോലെ സംസ്ഥാന സർക്കാരും അനുവദിക്കുന്ന പല പദ്ധതികളും ഈ ഇൻ്റർമീഡിയറീസിലൂടെയാണ് ഓരോ ജനങ്ങൾക്കും എത്തിച്ചേരുന്നത്. അപ്പം ആ ഇൻ്റർമീഡിയറീസ് പ്രാവർത്തികമായ രീതിയിൽ പ്രവർത്തനക്ഷമമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ അത് ജനങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. ആ ജനങ്ങളിലേക്ക് എത്തിച്ചേർന്നെങ്കിൽ മാത്രമേ ആ പദ്ധതിയുടെ പ്രയോജനം എല്ലാവർക്കും കിട്ടിയെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ ഈ രാജ്യം വികസിതമായി അല്ലെങ്കിൽ വികസനത്തിൻ്റെ പാതയിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. വികസനം ആഗ്രഹിക്കുന്നവരുടെ ഓരോ വോട്ടും താമര ചിഹ്നത്തിൽ അല്ലെങ്കിൽ BJPയുടെ അല്ലെങ്കിൽ NDAയുടെ ഏത് ചിഹ്നമാണോ അവർക്കുള്ളത് ആ ചിഹ്നത്തിൽ രേഖപ്പെടുത്തി വോട്ട് ചെയ്യുക. നവകേരളത്തിനായി വികസനത്തിന് വേണ്ടി BJPയെ തിരഞ്ഞെടുക്കുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു അഭ്യർത്ഥന. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും കേരളത്തിൽ ലഭ്യമാകണമെങ്കിൽ കേരളത്തിലും അതേ സർക്കാർ തന്നെ വന്നെങ്കിൽ മാത്രമേ അതിൻ്റെ പരിപൂർണ പിന്തുണ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നത്തെ ദാരിദ്ര്യാവസ്ഥ മാറ്റി നമുക്ക് സമ്പന്നമായ ഒരു അവസ്ഥ ലഭ്യമാകണമെങ്കിൽ അത് വളരെ അത്യാവശ്യമാണ്. എല്ലാവരും എൻ്റെ വിജയത്തിനായി കൂടെ നിൽക്കുമെന്നും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നുമുള്ള വിശ്വാസത്തോടു കൂടി ഞാൻ മുൻപോട്ട് പോകുന്നു. ജയ് ഹിന്ദ്.